പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയെ വരവേറ്റ് വിശ്വാസികൾ. അനുഗ്രഹം പെയ്തിറങ്ങുന്ന ദിനത്തിൽ ജുമാ നമസ്കാരത്തിനായി എത്തിയ വിശ്വാസികളെ കൊണ്ട് പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. മലപ്പുറം മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന ജുമാ നമസ്കാരത്തിനും കർമ്മങ്ങൾക്കും കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷിക്കാർ നേതൃത്വം നൽകിയത് വേറിട്ട കാഴ്ചയായി. ഈ കാഴ്ചയിൽ നിന്ന് നമ്മൾ അടുത്തതായി കടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലേക്ക് എത്താം റമദാൻ ദിനത്തിലെ ഈ കാഴ്ചയോടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷിക്കാർ മാത്രം നേതൃത്വം നൽകുന്ന കേരളത്തിലെ തന്നെ ആദ്യത്തെ ജുമഅയാണ് ഇന്ന് മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ നടന്നത്. وأشهد أن لا إله إلا الله وحده لا شريك له ذو الكرم والإحسان أيها المؤمنون قد أطل علينا شهر عظيم ذو الريحان. മആശറയും ഖുതുബയും നിസ്കാരവും മതപ്രഭാഷണവുമടക്കം എല്ലാ കർമ്മങ്ങൾക്കും നേതൃത്വം നൽകിയത് കാഴ്ച പരിമിതർ തന്നെ. റമദാനിന്റെ അവസാന നാളുകളിൽ അല്ലാഹു കൂടുതൽ പ്രതിഫലം വെച്ച സമയങ്ങളിൽ അത് വേണ്ടുവോളം ഉപയോഗപ്പെടുത്തി റമദാനിന് ശേഷവും നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയവരായ ഷെബീർ അലി പോത്തനൂർ, ഉമറുൽ അഹ്തം കാപ്പാട്, മുഹമ്മദ് സിനാൻ പെരുവള്ളൂർ എന്നീ പണ്ഡിതരാണ് അകക്കണ്ണിന്റെ പ്രഭയിൽ വിശ്വാസികൾക്ക് ആത്മീയ വെളിച്ചം പകർന്നത്. ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഖുതുബ നിർവഹിക്കാനും ജുമാക്ക് നേതൃത്വം നൽകാനും അവസരം ലഭിച്ചതിൽ അള്ളാഹുവിനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ. വലിയൊരു സന്തോഷം തന്നെ തോന്നി. കാരണം ഇങ്ങനെയുള്ള ഓരോ വേദികളും ലഭിച്ചിട്ടാണ് ലോകത്തിൻ്റെ ഉന്നതങ്ങൾ, ലോകത്തിൻ്റെ പ്രതിഭകളായി നമുക്ക് ഉയരാൻ സാധിക്കുക. വിശ്വാസികൾ ഏറ്റവും പുണ്യം കൽപ്പിക്കുന്ന ദിനത്തിലെ ആരാധനാ കർമ്മങ്ങൾക്ക് ഭിന്നശേഷിക്കാർ നേതൃത്വം നൽകിയത് മാനവികതയുടെ സന്ദേശവുമായി മാറി. കാഴ്ചയില്ലാത്തവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരും സമൂഹത്തിൽ ഒന്നിക്കേണ്ടവരാണ്, അവർ സമൂഹത്തിൽ മുഖ്യധാരയിൽ എത്തേണ്ടവരാണ് എന്ന ബോധ്യം ജനങ്ങളിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വെള്ളിയാഴ്ച, റമദാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവിലെ എല്ലാ കർമ്മങ്ങളും, ജുമയുടെ എല്ലാ കർമ്മങ്ങളും കാഴ്ചയില്ലാത്തവർ നിർവഹിക്കുന്ന രീതിയിൽ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഒരു സംവിധാനം തങ്ങളുസ്ഥാന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ലോക മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ കൂടി നടത്തിയാണ് ജുമയ്ക്ക് ശേഷം വിശ്വാസികൾ പിരിഞ്ഞത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുമ്പൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ. ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.